നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുതിയ മേഘനാഥൻ ഇപ്പൊ വന്ന കാര്യം പറയാം. വേണു കേസ് നടത്തി ജയിച്ചു. രാധയ്ക്കും അനിയത്തിമാർക്കും വേണ്ടി തൃപ്പങ്ങോട്ടെ സ്വത്ത് മുഴുവൻ നിയമപരമായി വീണ്ടെടുത്തു. ഇതിലൊന്നും എനിക്ക് ഒരു പരിഭവമില്ല. അതെല്ലാം അവരുടേതായിരുന്നു. അവർക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അതാണ് സ്വാഭാവിക നീതിയും. വെരി ഗുഡ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ രണ്ട് സാധനവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സന്തോഷവും സമാധാനവും. എന്നിട്ട് വാട്ട്സ് യുവർ പോയിന്റ്? അത് പറഞ്ഞില്ല. പറയാം. മനസ്സ് തേങ്ങുന്നൊരു പിതാവിന്റെ അപേക്ഷയായി വേണു ഇത് പരിഗണിക്കണം. എനിക്ക് എന്റെ മകനെ കണ്ണിറയൊന്ന് കാണണം. ഒപ്പം രാധയോടും അനുജത്തിമാരോടും ഇതുവരെ നല്ലതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിനൊക്കെ എനിക്ക് മാപ്പ് പറയണം. മിസ്റ്റർ വേണു, അതിലെന്നെ ഒന്ന് സഹായിക്കണം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പഞ്ചതന്ത്ര കഥയിലെ കുറുക്കനെ പോലെ നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും നിങ്ങളൊരു തന്ത്രശാലിയായ കുറുക്കനാണല്ലോ. അതിശക്തനായ തൃപ്പങ്ങോട്ട് വാസുദേവന് ജലസമാധി കൊടുത്ത മഹാൻ. ഒരു നാടിന്റെ മുഴുവൻ കണ്ണിലുണ്ണിയായിരുന്ന സുഭദ്രാമയെ രായ്ക്ക് രാമാന് കാലപുരിക്ക് അയച്ചിട്ട് ആ വേർപാടൽ നാട്ടുകാരുടെ മുന്നിൽ കണ്ണീർ വാർത്ത കണ്ണിങ് ഭർത്താവ്. എന്റെ അച്ഛനെ നിഷ്ഠൂരമായി കൊന്നിട്ട് നാട് വിട്ടുന്ന നുണക്കഥയുണ്ടാക്കിയ പൗരമുഖ്യൻ. പിന്നെയും കഥകൾ എത്രയോ എണ്ണം വേറെ. മേഘനാഥ, തന്റെ യഥാർത്ഥ മുഖം പലവട്ടം കണ്ടിട്ടുള്ള ഈ ഞാൻ ഇപ്പോ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി വെച്ച യാചനയിൽ വീണുപോകുമെന്ന് താൻ കരുതിയോ? ഒരിക്കലുമില്ല, ഒരിക്കലും. അതുകൊണ്ട് തന്റെ ഈ സെന്റിമെന്റ്സ് ഒക്കെ ചുരുട്ടി കയ്യിൽ വെച്ചിട്ട് സ്വന്തം പുലിക്കാറിൽ വീട്ടിൽ പോകാൻ നോക്ക്. താൻ ഒരിക്കലും രാധയെ കാണാൻ പോകുന്നില്ല. രാധയെ മാത്രമല്ല, തന്റെ മകനെ. അതെ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. മേഘനാഥന്റെ ക്രൂരതകൾ, കൊലപാതകങ്ങൾ എല്ലാം പരമമായ സത്യം. ആ കൂട്ടത്തിൽ ഒന്നുകൂടിയായാൽ ഈ മേഘനാഥന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടെന്നർത്ഥം. അറിയാം, നിങ്ങളിൽ നിന്ന് ഇതേ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നിങ്ങൾ ഹരിശ്ചന്ദ്രനായെന്ന് ഞാൻ വിശ്വസിക്കാത്തത്. ഇപ്പതാ കണ്ടില്ലേ, എന്റെ ഫ്രണ്ടാകാൻ വന്ന മേഘനാഥൻ തോക്കെടുത്ത് കൊല്ലാൻ നിൽക്കുന്ന ശത്രുവായത്. ശരി, എന്റെ നാടകം പൊളിഞ്ഞു. ഞാൻ നിന്റെ ഫ്രണ്ടായ ഹീറോ അല്ല, ശത്രുവായ വില്ലൻ. ഇനി പറ, നിനക്ക് ജീവൻ കാത്തുരക്ഷിക്കണമെങ്കിൽ തുറന്ന് പറ. എവിടെയാ രാധ താമസിക്കുന്നത്? എന്റെ മോൻ എവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.